നമസ്കാരം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതുപോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷവും രൂക്ഷമാവുകയാണ്. ഇന്നലെ രാത്രിയിലും ഇസ്രായേലിന്റെ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. തുടങ്ങി പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ തീവ്ര മഴയ്ക്കും സാധ്യത. 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടും. ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഇസ്രായേൽ നഗരങ്ങളിൽ മിസൈൽ ആക്രമണം തുടർന്ന് ഇറാൻ. നിരവധി പേർക്ക് പരിക്ക്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ടെഹ്റാനിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുന്നതിന്റെ ദൃശ്യം പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം. തിരുവനന്തപുരം പനച്ചമൂട്ടിൽ പ്രിയംവദ കൊലക്കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി വിനോദ് മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചത് 3 ദിവസം. ദുർഗന്ധം വരാതിരിക്കാൻ ചന്ദനത്തിരി കത്തിച്ചുവെന്നും മൊഴി. കൊല്ലപ്പെട്ട പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠന സമയം അരമണിക്കൂർ കൂടും. സർക്കാർ നടപടി സമസ്തയടക്കമുള്ള സംഘടനകളുടെ എതിർപ്പ് മറികടന്ന്. നിലമ്പൂരിൽ പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിൽ. പ്രചാരണം ശക്തമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെടുപ്പ് വ്യാഴാഴ്ച.